പുറത്തുനിന്നുള്ള 2-3 ആരായാലും അങ്ങനെ വെക്കുന്ന കാര്യം ശരിയാവുമോ എന്നുള്ളതാണ് സാർ ഒരു പ്രധാന പ്രശ്നം. പിന്നെ ധവളപത്രത്തിനകത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നോക്കിയിട്ട് പറയാം സാർ. ധവളപത്രം ഇറക്കുന്നതിനകത്തോ കാര്യം വരുന്നതിനകത്തോളം തർക്കമല്ല. നാളെ ഇതൊരു പ്രീസിഡന്റ് ആയിട്ട് എടുത്തിട്ട് ആർക്കും ഇങ്ങനെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖ സാർ, രേഖകൾ എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഈ മാസം, അടുത്ത മാസം, അതിനടുത്ത മാസത്തെ ഫിനാൻസ് എന്ന് അറിയുന്നത് വളരെ കുറച്ച് ആൾക്കാർ അറിയുന്നവരല്ലെങ്കിൽ സാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റിയെ മൊത്തം തകിടം മറിക്കാൻ പറ്റും ആ രഹസ്യം പുറത്തു പോയാൽ. അങ്ങനെ രഹസ്യം പുറത്തേക്ക് കൊടുത്തിട്ട് ഒരു ധവളപത്രം ഇറക്കുന്നത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിനകത്ത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം. സീക്രട്ട് സെക്ഷൻ പോലെയുള്ള സെക്ഷനുകൾ എന്തിനാ സാർ അവിടെ? AGക്ക് പോലും നമ്മൾ പൊതുവിൽ അത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സാർ കൊടുക്കും. AGക്ക് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തെടുത്തിട്ട് കൊടുത്തിട്ടാണോ തയ്യാറാക്കുന്നതെങ്കിൽ അത് അത്ര ശരിയായ ഒരു കാര്യമല്ല. അതൊരു ഭരണഘടനാലംഘനമാണ്, സത്യപ്രതിജ്ഞാലംഘനമാണ്. ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഒരു വർഷത്തേക്ക് 2 ലക്ഷമോ 2.25 ലക്ഷമോ കോടി കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, എക്സ്ചക്കർ ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, അതിന്റെ ധനകാര്യമന്ത്രി വകുപ്പ് ഈ കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസം എടുക്കുന്നതിന് പകരം പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്. ഇന്റഗ്രിറ്റി ഓഫ് ദ ഓഫീസേഴ്സ്, ഐ എം നോട്ട് ദ പർട്ടിക്കുലർ പീപ്പിൾ, ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് ഒക്കെ നാളെ ആരെയും കൊണ്ടുവന്ന് ചെയ്യിക്കാം. അത് ചെയ്യാൻ പാടില്ല. അതൊരു പ്രശ്നമാണ്. അതൊരു ഭരണഘടനാ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊപ്പറേറ്ററുടെ പ്രശ്നമാണ്. സഭയുടെ അവകാശത്തിന് നമ്മുടെ നിയമത്തിന്റെ അവകാശത്തിന് മേത്തുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ടാണ് സാർ ആ ഒബ്ജക്ഷൻ പറയുന്നത്. അതിനെ സംബന്ധിച്ച് റൂളിംഗ് വേണം. ഗവൺമെന്റ് ലേ എന്ന് പറഞ്ഞാലും റൂളിംഗ് വേണം സാർ. ഇത് നാളെ ഒരു